Hi friends, ഞാൻ നിയാസ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മല്ലു ക്രിയേറ്റർ. അപ്പോൾ നമ്മുടെ യൂട്യൂബ് എല്ലാ ഫെബ്രുവരിയിലും ഓരോ ഇടിവെട്ടൻ അപ്ഡേറ്റുമായിട്ട് വരാറുണ്ട്. 2017 ഫെബ്രുവരിയിലായിരുന്നു നമ്മുടെ ആദ്യ മോണിറ്റൈസേഷൻ എലിജിബിലിറ്റി ആയിട്ട് 10,000 വ്യൂസ് എന്ന കൗണ്ട് വന്നത്. 2018 അത് ഒന്നും കൂടി ഇൻക്രീസ് ചെയ്തിട്ട് ഏകദേശം 4000 വാച്ച് അവറും 1000 സബ്സ്ക്രൈബേഴ്സും എന്ന എലിജിബിലിറ്റി വന്നു. അപ്പോൾ ഈ വർഷത്തെ ഫെബ്രുവരിയിൽ കുറച്ച് അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ കുറച്ച് നാളുകളായിട്ട് ഒരുപാട് ഫേക്ക് ന്യൂസസ് വന്നിരുന്നു. അതിൽ നമ്മുടെ യൂട്യൂബിന് ഇനി മുതൽ നമ്മുടെ യൂട്യൂബിൻ്റെ മോണിറ്റൈസേഷൻ എലിജിബിലിറ്റി 10,000 വാച്ച് അവർ ആവും, അതുപോലെ തന്നെ 10,000 സബ്സ്ക്രൈബേഴ്സ് എലിജിബിലിറ്റി ആവും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഫേക്ക് ന്യൂസസ് വന്നിരുന്നു. പക്ഷേ നമ്മുടെ യൂട്യൂബ് ഇത്തവണ നല്ല കിഡിലൻ അപ്ഡേറ്റുമായിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് നമ്മുടെ യൂട്യൂബും നമ്മളും തമ്മിലുള്ള ട്രാൻസ്പെറൻസി ഒന്നും കൂടി കൂട്ടാനായിട്ട് അവർ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്കിനെ കുറിച്ചുള്ള അപ്ഡേറ്റുകൾ മാത്രമാണ് ഇത്തവണയുള്ളത്. കോപ്പിറൈറ്റ് സ്ട്രൈക്കുകളൊക്കെ കോപ്പിറൈറ്റ് റൂൾസുകളൊക്കെ അതുപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ കമ്മ്യൂണിറ്റി സ്ട്രൈക്ക് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം. കോപ്പിറൈറ്റ് സ്ട്രൈക്ക് എന്ന് പറയുന്നത് നമ്മളൊരു വീഡിയോയിൽ ചെയ്യുന്ന അല്ലെങ്കിൽ മറ്റൊരാളുടെ വീഡിയോ ഉപയോഗിച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ മറ്റൊരാളുടെ മ്യൂസിക് ചെയ്യുന്ന രീതിയാണ് കോപ്പിറൈറ്റ് സ്ട്രൈക്ക്. പക്ഷേ കമ്മ്യൂണിറ്റി സ്ട്രൈക്ക് എന്ന് പറയുന്നത് നമ്മുടെ ചാനലിനെ മുഴുവനായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. നമ്മൾ സെക്ഷൽ കോണ്ടന്റ്, അതുപോലെ നമ്മൾ ടെററിസം, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്കുകളുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് മറ്റൊരു വീഡിയോയിൽ നോക്കാം. അപ്പോൾ ഇന്നത്തെ അപ്ഡേറ്റ് ഞാൻ ആദ്യം പറയാം. അപ്പോൾ യൂട്യൂബ് 3 അപ്ഡേറ്റുകളാണ് വന്നിട്ടുള്ളത്. അതായത് ഒന്ന്, കമ്മ്യൂണിറ്റി സ്ട്രൈക്കിൽ ആദ്യമായിട്ട് സാധാരണ നമ്മുടെ കമ്മ്യൂണിറ്റി സ്ട്രൈക്ക് ഏകദേശം ജസ്റ്റ് ലൈവ് മാത്രം ഡിസേബിൾ ആയിരുന്നു ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് യൂട്യൂബിൻ്റെ ആദ്യത്തെ സ്ട്രൈക്ക് വരുന്ന സമയത്ത് നമുക്ക് സ്ട്രൈക്കായിട്ട് അത് നോട്ടിഫിക്കേഷൻ വരില്ല, നമുക്ക് ജസ്റ്റ് ഇമെയിൽ വരും. അതെന്തിനാണ് യൂട്യൂബ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ നമുക്ക് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്കിനെ കുറിച്ച് ഒന്ന് പഠിക്കാനും അതുപോലെ ഇനി അതുപോലെ വരാതിരിക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്യാനും എന്ന ഒരു ബിഗിനർ ലെവലിലാണ്. ഈ ഒരു സ്ട്രൈക്ക് ലൈഫ് ടൈമിൽ ഒരു പ്രാവശ്യം മാത്രമേ നമുക്ക് കിട്ടുള്ളൂ ഈ ഒരു ചാൻസ്. പിന്നെയുള്ളത് നമുക്ക് സ്ട്രൈക്കായിട്ടാണ് നോട്ടിഫൈ ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ സ്ട്രൈക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരാഴ്ച നമുക്ക് നമ്മുടെ ചാനൽ ഫുള്ളായിട്ട് ഫ്രീസ് ആവും. അതിൽ നമ്മുടെ ലൈവ് സ്ട്രീമിംഗ്, നമ്മുടെ വീഡിയോ അപ്ലോഡിങ്, അതുപോലെ തംബ്നെയിൽ, സ്റ്റോറി എല്ലാം ഇൻക്ലൂഡ് ആവും. നമ്മുടെ ചാനൽ അതുപോലെ അങ്ങ് സ്റ്റോപ്പ് ആവും. ഇതിൻ്റെ ഒരു കാലാവധി എന്ന് പറയുന്നത് 90 ദിവസമാണ് ഈ ഒരു സ്ട്രൈക്കിൻ്റെ. രണ്ടാമത്തെ സ്ട്രൈക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ 2 ആഴ്ചത്തേക്ക് ഫ്രീസ് ആവുന്നതാണ്, ഇൻക്ലൂഡിങ് നമ്മുടെ എല്ലാ കാര്യങ്ങളും, ലൈവ് സ്ട്രീമിംഗ്, എല്ലാ കാര്യങ്ങളും. പിന്നെ ഇതും 90 ദിവസത്തേക്കാണ് കാലാവധി ഉള്ളത്. മൂന്നാമത്തെ സ്ട്രൈക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ തന്നെ ടെർമിനേറ്റ് ആവുന്ന രീതിയാണുള്ളത്. അപ്പോൾ ഇത് യൂട്യൂബ് അവരുടെ സ്റ്റാൻഡേർഡ് ഒന്നും കൂടി വർദ്ധിപ്പിക്കുകയാണ്. അതുപോലെ ഇനി കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് വെച്ച് കളിക്കുന്നവർക്കൊക്കെ ഒരു പാഠമായിട്ടിരിക്കാനാണ് ഇങ്ങനെ ഒരു ശ്രമം അവർ നടത്തുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള യൂട്യൂബിൻ്റെ ടെക് അപ്ഡേറ്റുകൾ നമ്മൾ ഡെയിലി ചെയ്യുന്നതാണ്. അതിനായിട്ട് നിങ്ങൾ ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടായിരുന്നെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടെ ബെൽ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് നോക്കൂ ഞാൻ എന്ന വീഡിയോകൾ ഏറ്റവും ആദ്യം കാണുവാൻ. അപ്പോൾ നമുക്കൊരു കിടിലൻ യൂട്യൂബ് വീഡിയോയുമായി നാളെ കാണാം. ഹാവ് എ നൈസ് ഡേ.